മോഹൻലാൽ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ രഹസ്യ ഭാര്യ മോഹൻലാലിനുണ്ട് എന്ന് പറയുന്നവർക്ക് ഇത് മോഹൻലാലിനെ കുറിച്ചൊന്നും അല്ല കേട്ടോ, ആദ്യമായിട്ടൊന്നും അല്ലത്. അത് നീ പിന്നെ കാണുമ്പോൾ ചോദിച്ചാൽ മതി, നീ പറഞ്ഞ സത്യമാണെങ്കിൽ വിളിച്ചു നോക്കാം, അതിനെന്താ കുഴപ്പം? ഉടനെ വിളിക്കാൻ വേണ്ടി ഡയൽ ചെയ്യുമ്പോൾ വേറെ കൈ കയറി പിടിക്കും. ട്രസ്റ്റ് എന്ന് പറയുന്നതാണ്. ട്രസ്റ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. ട്രസ്റ്റ് പോയാൽ എല്ലാം പോയി. എനിക്കുള്ളതൊന്നും അവനും മറ്റവനും വേണ്ട എന്ന് പറയുന്നതാണ്. റോബിൻജി, ഞാൻ അടുത്തിടെ കേട്ട ഞെട്ടിപ്പോയിട്ടുള്ളൊരു ഗോസിപ്പാണ്. അത് മോഹൻലാലിന് എന്താണ് അടുത്തിടെ കേട്ടിട്ടുള്ള എന്തായിരുന്നു ഗോസിപ്പ്. ഗോസിപ്പ്? അതായത് മോഹൻലാലിന് ഭാര്യയെ നമുക്കറിയാം, ആ സുചിത്ര. ആ അതല്ലാതെ അദ്ദേഹത്തിന് ലണ്ടനിൽ രഹസ്യമായിട്ട് മറ്റൊരു ഭാര്യ ഉണ്ട്. ഓ അതിനാണ് അദ്ദേഹം ഇടയ്ക്ക് യൂറോപ്പ് ടൂർ നടത്തുന്നതെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗോസിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ അടുത്തിടെയൊക്കെ പ്രചരിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഗോസിപ്പായിരുന്നു ശ്വേതാ മേനോൻ വീണ്ടും വിവാഹിതയാകുന്നു, അവര് മൂന്നാമതും വിവാഹിതയാകാൻ പോകുന്നു എന്നുള്ളത്. കുറേ അധികം ലൈക്കുകൾ, കുറേ അധികം ആളുകൾ അത് കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഗോസിപ്പുകളോട് പൊതുവെ മലയാളികൾക്കെന്നല്ല ലോകമെമ്പാടുമുള്ള പല ആളുകൾക്കും താല്പര്യമുണ്ട്. ഈ ഗോസിപ്പ് രസകരമാണ് കേൾക്കാൻ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ എൻ്റർടൈനിങ് ആണ്. അത് പറയപ്പെടുന്നത് നമ്മളെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി മെച്ചപ്പെടുത്തും ഗോസിപ്പുകൾ എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഗോസിപ്പ് എന്താണ് മനുഷ്യരിൽ ചെയ്യുന്നത്? ഗോസിപ്പ് മനുഷ്യ ദുഷിപ്പ് അല്ലേ, പരദൂഷണം, ഡിസ്ട്രക്ഷനാണ്. മനുഷ്യനെ നശിപ്പിക്കുക. ലോകത്തിലെ ഏറ്റവും നശീകരണ പ്രവണതയുള്ള ഒന്നാണ് ഈ പറയുന്ന ഗോസിപ്പ് എന്ന് പറയുന്നത്. ഇപ്പം മോഹൻലാൽ ആരാണ് രണ്ടാമത് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞത്? മോഹൻലാലിന് മറ്റൊരു ഭാര്യയുണ്ട്. ശ്വേതാ മേനോൻ രണ്ടാമത് വിവാഹം കഴിച്ചു എന്നാണ്. ഇപ്പം ഞാൻ രണ്ടാമത് വിവാഹം കഴിച്ച ആളാണ്. രണ്ടാമത് വിവാഹം കഴിച്ചത് ആദ്യം കല്യാണം കഴിച്ച ആളെ തന്നെയാണ് വീണ്ടും കഴിച്ചത്. ആദ്യം നമ്മളൊരു രജിസ്റ്റർ മാരേജ് ആയിരുന്നു, പിന്നെ ഞാനൊരു പള്ളിയിൽ വെച്ച് മാരേജ് ചെയ്തു എന്നേ ഉള്ളൂ. ഇത് കേൾക്കുന്ന ഒരാള് റോബിൻ രണ്ടാമത് വിവാഹം കഴിച്ചു എന്ന് കേൾക്കുന്ന ഒരാള് അങ്ങനെയായിരിക്കും പറയുക, അയാൾ വീണ്ടും കല്യാണം കഴിച്ചു കിട്ടുമോ എന്നല്ല പറയുക. അത് കേൾക്കുന്നത് ഒരു പരദൂഷണം പറയുന്ന ഒരാളാണെങ്കിൽ ഇതെന്താണ് വാസ്തവം എന്ന് അന്വേഷിക്കാതെ തന്നെ പറയുക. അതിനുള്ള ശ്വേതാ മേനോന്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ടാവുക. പിന്നെ മോഹൻലാൽ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ രഹസ്യ ഭാര്യ മോഹൻലാലിനുണ്ട് എന്ന് പറയുന്നവർക്ക് ഇത് മോഹൻലാലിനെ കുറിച്ചൊന്നും അല്ല കേട്ടോ, ആദ്യമായിട്ടൊന്നും അല്ലത്. റഷ്യൻ പ്രസിഡന്റിനെ കുറിച്ച്, ലോകത്തുള്ള സകല ആളുകളെ കുറിച്ചും ഈ കഥ ആളുകൾ പറഞ്ഞ് പരത്തിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ പുരാണങ്ങളിലേക്ക് നോക്കി അതിന്റെ നല്ല ദൃഷ്ടാന്തങ്ങൾ കാണാം. നാരദന്റെ പരിപാടി തന്നെ നാരദപ്പണി എന്നതിന് പറയാം അല്ലെ. നാരദന്റെ പരിപാടി എന്ന് വെച്ചാൽ ഇല്ലാത്തത് ഉണ്ടാക്കി അവിടുന്ന് നാരായണ നാരായണ എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ട് 14 ലോകങ്ങളും കറങ്ങി കിടക്കുന്ന ഇതൊക്കെ വെച്ചിട്ട് വീട്ടിയിട്ട് ഇങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പം നാരദൻ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ എപ്പിക്കിലേക്ക് പോയാൽ മഹാഭാരതത്തിലേക്ക് പോയി നോക്കും, അവിടെ ശകുനിയുണ്ട്. ആളൊരു ശകുനിയാണെന്ന് പറഞ്ഞു അല്ലെ. ഇരുന്നിട്ട് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്ന നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെയുള്ള പഴയ വീട്, ചായക്കടകൾ, പഴയ കാരണവന്മാരൊക്കെ ഉണ്ടാവും. ഒരു ശകുനികളെ പോലെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയും അവിടെ നിന്ന് കേട്ട കാര്യങ്ങൾ ഇവിടെ പറയുകയും. അത് അക്കാലത്ത് ഒരുപക്ഷെ ഒരു കേന്ദ്രം ആയിരുന്നു, വായനശാലകളും ചായക്കടകളും ഒക്കെ ആയിട്ട്. ഞാനിതിന് വേറൊരു രീതിയിലൊന്ന്, അതായത് ഇപ്പൊ ദുഷിപ്പാണ് എന്ന് പറഞ്ഞു, ഇത് മനുഷ്യന്റെ ഒരു ഇമാജിനേഷൻ സ്കിൽസ് കൂടിയാണല്ലോ. അല്ല, ഇമാജിനേഷൻ സ്കില്ലല്ല, ഇമാജിനേഷൻ എന്നല്ല അതിന് പറയുന്നത്. ഇല്ലാത്തത് ഉണ്ടാക്കി എടുക്കുന്നത് ഇമാജിനേഷനാണ്. പക്ഷേ ഇവിടെ അത് വളരെ നെഗറ്റീവായിട്ടുള്ള ആസ്പെക്റ്റിലാണ്. ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടെന്ന് ഒന്നല്ല. ഈ പരദൂഷണം അല്ലെങ്കിൽ ഈ ജലസി അല്ലെങ്കിൽ ഗോസിപ്പ് എന്ന് പറയുന്ന സാധനം, ജലസി എന്നാണ് അത് ഉണ്ടാകുന്നത്. ഒരാൾക്ക് മറ്റൊരാളോട് തോന്നുന്ന ഒരു ഇഷ്ടക്കേടുണ്ടല്ലോ, ഒരു ഇഷ്ടക്കേട് എനിക്കില്ലാത്തത് അയാൾക്കുണ്ട്, അല്ലെങ്കിൽ എന്നെ അവൻ അങ്ങനെ ചെയ്തിരുന്ന ഒരാളാണ്, അവൻ തകർക്കപ്പെടേണ്ടവനാണ്. ഇതിൻ്റെ പുറകിൽ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് പറയുന്ന ആള് ഇതൊരിക്കലും ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞുകൊണ്ടല്ല ഇത് പറയുന്നത്. അവരെപ്പോഴും ഈ ഗോസിപ്പ് നടത്തുന്ന ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരൊരു മുഖംമൂടി ഇട്ടിട്ട് ഒരു വലിയ രക്ഷകന്റെ റോളിലാണ് ആദ്യം എൻട്രി ചെയ്യുക. അവർക്കൊരു രക്ഷകന്റെ സ്വഭാവം ഉണ്ടാവും. അവർ വന്നിട്ട് ഇപ്പൊ ഗോസിപ്പ് നടക്കുന്നത് ഞാൻ പറയാം എങ്ങനെയാണെന്ന്. ഇങ്ങനെയായിരിക്കും മിക്കവാറും ഗോസിപ്പ് നടക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം, പിന്നെ അറിഞ്ഞോ നീ എന്ത്, നമുക്കൊരു ക്യൂരിയോസിറ്റി, നമ്മളെ ക്യൂരിയോസിറ്റി തന്നെ, പവർ ഓഫ് ക്യൂരിയോസിറ്റി. ആ ക്യൂരിയോസിറ്റി ആകാംക്ഷയെ ഒന്ന് ഉണർത്തുക ചെറുതായിട്ട്. അറിഞ്ഞോ എന്ത്, ആഹാ അറിഞ്ഞില്ലല്ലേ, ഇല്ല അറിയണ്ടേ, പിന്നെ ഒന്നും കൂടെ ഒന്ന് ക്യൂരിയസ് ആകും. അത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും പറയണ്ട, അതൊന്നും പറയാതിരിക്കുക ഭേദം. ഞാൻ എങ്ങനെയാ ഇപ്പൊ പറയാ, ഒരു രക്ഷകന്റെ ഒരു നന്മ മരത്തിന്റെ മുഖച്ചായ ഒരു മുഖംമൂടി അങ്ങ് ഇടുക, അല്ല ഇഷ്ടം. അപ്പൊ നമ്മൾ ഒന്നുകൂടെ അടുത്ത് വന്നിട്ട് എന്താ സംഭവം വെച്ചത്, നീ അറിഞ്ഞില്ലേ, മറ്റവന്റെ എന്തെങ്കിലും കാര്യം അറിഞ്ഞോ, ആളുടെ പേര് പറയും, വേണുഗോപാലിന്റെ കാര്യം അറിഞ്ഞോ, അവനെന്ത് പറ്റി വേണുവിന്, ഞാൻ എന്തെങ്കിലും കണ്ടാണല്ലോ, ഒന്നും നീ അറിയില്ല മോനെ, അറിയേണ്ടതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോടത് പറയുന്നതിൽ വിഷമമുണ്ട്. രക്ഷകന്റെ പരിവേഷമാണേ. ഞാൻ ഒരുപാട് പ്രാവശ്യം എന്നോട് പറഞ്ഞു, അപ്പോഴും കാര്യം പറയില്ല.
പിന്നെ കാര്യം അവതരിപ്പിക്കുമ്പോൾ ഈ ആകാംക്ഷയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഈ സാധനം പറയുന്നതിനെ ഇവൻ അറിയില്ല. ഈ പറയുന്ന ഈ ദുഷിപ്പ് പറയുന്നവൻ പോലും ചിലപ്പോൾ അവന് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവില്ല. അവന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഗോസിപ്പിനെ കുറിച്ച് പറയുന്നത് തന്നെ ഹൃദയത്തിൽ നിന്ന് ഒരു തോട്ട് പുറപ്പെടുക, ഒരു തോട്ട് ചിന്ത നമ്മുടെ ബ്രെയിനിലോ അല്ലെങ്കിൽ മൈൻഡിലോ ഉണ്ടാകുന്ന ഒരു തോട്ടില്ലേ, ആ തോട്ടിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സാധനത്തിനെ ഈ നാവിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് കയ്യിൽ നിന്ന് പോകും. നാവിലെത്തുന്ന മൗത്തില്ലേ, അവിടം വരെ എത്തും, അത് ഓക്കെ ആയിരിക്കും. അവിടുന്ന് പുറത്തേക്ക് പോകുന്നതിന് മുമ്പുള്ള ആ ഒരു പ്രോസസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത്. ഈ കുഞ്ഞവയവം, നാവെന്ന് പറയുന്ന ഈ കുഞ്ഞ് അവയവം അവനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയൊന്നുമല്ല. അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളിത് കേൾക്കുകയാണ്, നിങ്ങൾ ആകാംക്ഷയുടെ മുൾമുനയിൽ എത്തുമ്പോൾ നിങ്ങൾ പറയപ്പെടുന്ന ആളെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്ത എന്താണ്? ഓ, ഇത്ര മോശക്കാരനാണോ? അയ്യോ, ഞാനൊരു ചെറിയൊരു ഏർപ്പാട് അയാളോട്ട് നടത്താനുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു. ആലോചനയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി ഇവൻ. കാരണം എനിക്കില്ലാത്തത് അവന് വേണ്ട, നീ ഇവനുമായിട്ടുള്ള ഏർപ്പാടൊക്കെ നടത്താൻ പോവുകയാണല്ലേ, ഇപ്പം ഞാനിതങ്ങ് ഇല്ലാതാക്കി തരാം എന്നാണ് അവൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് പാരലായിട്ട്. പക്ഷെ ഇവനതിനൊരു മുഖംമൂടി ഇട്ടിട്ടുണ്ടാവും, ഒരു നന്മ ഉള്ള ഒരാളുടെ മുഖംമൂടി ഇട്ടിട്ടാണ് ഇവനെ അവതരിപ്പിക്കുക ഈ കാര്യങ്ങൾ. കേൾക്കുന്ന നിങ്ങൾക്ക് എന്താണ്? പിന്നെ അയാളെ കാണുമ്പോൾ എന്ത് സംഭവിക്കും? അയാൾക്ക് നിങ്ങൾ ആദ്യം ഈ സുഹൃത്ത് പറഞ്ഞ, നിങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞ ഈ ഒരു സാധനം മുന്നിൽ വരില്ലേ? നിങ്ങൾ ആലോചിക്കും, പ്രിജുഡീസ് ആവും. നിങ്ങൾ അത് മുൻധാരണ ഉണ്ടാവും. നിങ്ങൾ അയാളെ കാണുമ്പോൾ തന്നെ നിങ്ങൾ അയാളോട് അത് പിന്നെ ഒരു നല്ല ബന്ധം സൂക്ഷിക്കാൻ ആഗ്രഹിക്കില്ല. ഇതിനൊരു പരിഹാരമുണ്ട്. ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഇത് ഗോസിപ്പ് പറയുന്നത് പോലെ തന്നെ ഒരേപോലെ അപകടകരമാണ് കേൾക്കുന്നതും. നമ്മളിത് കേൾവിയുടെ ഒരു ശ്രവണ ശൈലിയുണ്ട്, നമുക്ക് കേൾവിയിൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ കേൾക്കുന്നത് അതേപോലെ തന്നെ അപകടമാണ്. കാരണം കേൾക്കുന്ന എങ്ങനെ അപകടം എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റേ സുഹൃത്തിനെ, നിങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്തിനെ കുറിച്ചുള്ള മുൻധാരണകളെല്ലാം തെറ്റാനത് കാരണമാകും. അപ്പോൾ അതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഗോസിപ്പ് പറയുന്ന, ലോകത്തെല്ലായിടത്തും ഗോസിപ്പ് പറയുന്ന ആളുകളെ ആൾക്കാർക്ക് ഇഷ്ടമല്ല കേട്ടോ. 2 3 തവണ 5 തവണയൊക്കെ പറയുമ്പോൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ മനസ്സിലാക്കും, അവരത് അങ്ങ് വിട്ടുകളയും. ഇപ്പം എൻ്റെ പല സുഹൃത്തുക്കളുണ്ട്, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളൊക്കെ അറിയാതെ ഗോസിപ്പിലൊക്കെ പെട്ടുപോകുന്നുണ്ട്. അറിഞ്ഞു ഇങ്ങനെ മറ്റേ ആളിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടെന്ന് പറയുമ്പോൾ അത് ശരി എന്നിങ്ങനെ കേട്ടിട്ട് പെട്ടെന്ന് സ്വിച്ച് ചെയ്തിട്ട് വേറൊരു വിഷയത്തിലേക്ക് പോകും. അപ്പം ഞാനിത് ഈ ആളുകളൊക്കെ ഒരു മാതൃകയായിട്ട് ഞാനെപ്പോഴും കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇത് മാതൃകയാക്കി കണ്ടുകൊണ്ട് ഞാനിത് ഇത്തരം പറയുന്ന ആളുകളെടുത്ത് ഞാൻ എന്താ ചെയ്യാന്നറിയാം. ഞാനിങ്ങനെ അവരിങ്ങനെ പറയുകയാണ്, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞോ? അതിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അത് പൊളിറ്റിക്കൽ കാര്യമാകാം, എന്തോ ആവട്ടോ, സാമൂഹിക കാര്യം എന്നൊക്കെ അതിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? രമേശ് ചെന്നിത്തലയ്ക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പാടുണ്ടോ? അല്ലെങ്കിൽ വി ഡി സതീശൻ അങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? പിണറായി വിജയൻ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നലെ നേരിട്ട് കണ്ടവരൊക്കെ പറയുക. ഗോസിപ്പ് തൊട്ടടുത്ത് അറിഞ്ഞ പോലെ പറയുക. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് സ്വിച്ച് ചെയ്യും. ഇത് കുടുംബ വിഷയങ്ങളും വ്യക്തിബന്ധങ്ങളുടെ വിഷയങ്ങളൊക്കെ ആയിരിക്കും പറയുക. ഞാൻ എന്താണെന്ന് വെച്ചാൽ കേൾക്കുമ്പോൾ തന്നെ അങ്ങ് സ്വിച്ച് ചെയ്യും, വിഷയം പൊടുന്നനെ അങ്ങോട്ട് മാറ്റും. ഇതൊരു ടെക്നിക്കാണ്, ഇതൊരു മൂന്നാമത്തെ ഒരു അരിപ്പയാണ്. ഇത് സോക്രട്ടീസിന്റെ ഒരു സംഗതിയാണ്, അരിപ്പ എന്ന് പറയും. ത്രിതല അരിപ്പ എന്നാണ് പറയുക. ത്രിതല അരിപ്പ, 3 ലെയറുള്ള അരിപ്പ. ഇത് ആദ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ആദ്യത്തെ അരിപ്പയിലൂടെ അവിടെ ഇറക്കും. ആ അരിപ്പ എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മളൊരു വിഷയം അങ്ങോട്ട് ചോദിക്കും, നിന്റെ മറ്റേ ആ കാര്യം എന്തായി? ആ കാര്യം എന്ന് വെച്ചാൽ അയാൾ പക്ഷേ അതോട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, പെട്ടെന്നൊക്കെ പറഞ്ഞു തീർത്തിട്ട് അപ്പോൾ ഈ കാര്യം നമ്മൾ പറയുമ്പോഴത്തേക്കും അല്ല ഞാൻ അതൊന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് വീണ്ടും ഒരു 3ാമത്തെ അരിപ്പയിലേക്ക് കയറ്റും, 2ാമത്തെ അരിപ്പയിലേക്ക് കയറ്റി 3ാമത്തെ അരിപ്പയിലേക്ക് കയറ്റുമ്പോഴത്തേക്കും ഇയാൾ ഇതിന്റെ പിടിവിട്ടു പോകും, സംഭവം മാറിപ്പോകും. റോബിൻജിക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ല, ഞാൻ അങ്ങനെ ചെയ്യാൻ പണ്ട് അങ്ങനെ ഈ ഗോസിപ്പിലൊക്കെ പെട്ടിരുന്ന ഞാൻ ഇപ്പോൾ ഗോസിപ്പ് കേൾക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന വേറൊരു പരിപാടിയുണ്ട്, അത് പക്ഷെ വളരെ എഫക്റ്റീവായിട്ടോ. ഇപ്പം ഗൗതം എന്നോട് ഒരാളെ കുറിച്ച് ഒരു ഗോസിപ്പ് പറയുകയാണെങ്കിൽ ഞാൻ ഗൗതം ഇങ്ങനെ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ജോൺസൺ എന്ന് പറഞ്ഞ ആളെ കുറിച്ചാണ് പറയുന്നത് വിചാരിക്കും. ജോൺസനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഉടനെ തന്നെ എൻ്റെ ഫ്രണ്ടാണ് ജോൺസൺ, ഗൗതമിൻ്റെ ഫ്രണ്ടാണ്. ഞാൻ ഉടനെ എന്താ ചെയ്യാന്നറിയോ? ഉടനെ അങ്ങനെയുണ്ട്, അപ്പം നമുക്ക് അവനെ ഒന്ന് വിളിച്ചു നോക്കാം, അവൻ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു, ശരി ജോൺസൺ എന്ന് ഞാൻ വിളിക്കട്ടെ. അയ്യോ വേണ്ട, വിളിക്കണ്ട, എന്താ വിളിച്ചത്? പറഞ്ഞ സത്യമല്ല, അല്ല എന്താ വിളിക്കണ്ട, അത് നീ പിന്നെ കാണുമ്പോൾ ചോദിച്ചാൽ മതി. നീ പറഞ്ഞ സത്യമാണെങ്കിൽ വിളിച്ചു നോക്കാം, അതിനെന്താ കുഴപ്പം? ഉടനെ വിളിക്കാൻ വേണ്ടി ഡയൽ ചെയ്യുമ്പോൾ വേറെ കൈ കയറി പിടിക്കും. പറഞ്ഞ സത്യമല്ലെങ്കിൽ, സത്യമാണെങ്കിൽ കൈ പിടിക്കുന്നുള്ളൂ, നീ ചോദിച്ചു നോക്കും. അപ്പൊ സദുദ്ദേശപരമാണ് ആ ഗോസിപ്പ്. എങ്ങനെയായാലും ഗോസിപ്പ് തന്നെയാണ്. ഇതിന്റെ സൈക്കോളജി യഥാർത്ഥത്തിൽ എന്താ? ഇപ്പൊ ഒരു ടീസ്പൂൺ പഞ്ചാര ഇടേണ്ട അടുത്ത് നമ്മളൊരു 4-6 ടീസ്പൂൺ പഞ്ചാര വാരിക്കോരി ഇടും.
എന്താണ് ഇതിന്റെ സൈക്കോളജി? ഇത് എന്റർടൈനിങ് ആയിട്ട് പലർക്കും മാറുന്നുണ്ട്, അതുകൊണ്ടാണ് പലരും അത് പ്രോത്സാഹിപ്പിക്കുന്നത്. എന്റർടൈനിങ് കണ്ട് മാറുന്നു. ഗൗതം പറഞ്ഞ ഒരു വലിയ പോയിന്റ് ആണ്. അതിന്റെ സൈക്കോളജി എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ആ എന്റർടൈനിങ്ങിൻ അതിൽ വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഗോസിപ്പ് പറയുന്നവനെ പോലെ തന്നെ കേൾക്കുന്നവനും അതിൻ്റെതായ അപകടമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ആ കേൾക്കുന്നവനും ഗോസിപ്പിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? ആഹാ, ഓ ഐശ്വര്യ, അയ്യോ മാതാവേ, അയ്യോ ഈശ്വരന്മാരെ, അങ്ങനെയൊക്കെ ഉണ്ടോ, അവൻ ഇങ്ങനത്തെ ആളായിരുന്നു. സപ്പോർട്ട് ഉണ്ടല്ലോ. ഈ സപ്പോർട്ട് ഗോസിപ്പ് പറയുന്നവനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും. അവിടെ അവൻ പ്രഭാഷകനാണ്. ഈ ഗോസിപ്പ് പറയുന്നവൻ അവൻ അപ്പോൾ പ്രഭാഷകനാണ്. അവന് കിട്ടുന്ന സപ്പോർട്ടാണ്. ഓഡിയനാണ് ഞാൻ ഓഡിയനാവുന്ന കേൾവിക്കാരനെ എൻ്റെ സപ്പോർട്ട് ഇങ്ങനെ കിട്ടും തോറും നിങ്ങൾ കൂടുതൽ കൂടുതൽ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, കൂടുതൽ ഗോസിപ്പ് ദുഷിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അതിൻ്റെ സൈക്കോളജി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ബിറ്റർ എക്സ്പീരിയൻസസ് ഉണ്ട്. നമുക്ക് വളരെ ചൈൽഡ്ഹുഡിൽ നമ്മൾ അനുഭവിച്ച, നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യങ്ങൾ, എനിക്കില്ലാത്തത് കുട്ടികൾക്കിടയിലൊക്കെ ഈ ഒരു സാധനമുണ്ട്. ചെറിയ കുട്ടികൾക്കിടയിൽ, ആ കുട്ടികൾക്കിടയിൽ ഉണ്ടാവുന്ന എന്താ, ഒരു കുട്ടിക്ക് ഒരു സാധനം കൊടുക്കുമ്പോൾ, അവന് ബിസ്ക്കറ്റോ മറ്റെന്തെങ്കിലും കൊടുക്കുമ്പോൾ അമ്മ എനിക്കത് വേണമെന്ന് വാശി പിടിക്കുമ്പോൾ അടുത്ത കുട്ടി ആരെങ്കിലും ഇത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരടി വെച്ച് തരും ഞാൻ. അത് ചോദിക്കാൻ വരുമ്പോൾ ഒരടി, തമാശക്ക് ഒരു അടി പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക നമ്മൾ. അതായത് എൻ്റെ കയ്യിലുള്ള സാധനം ഒരാൾക്ക് കൊടുക്കരുത് എന്ന് കുട്ടികളെ നമ്മൾ അറിഞ്ഞോ അറിയാതെ താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി പഠിപ്പിക്കുക. ആ കുട്ടി എങ്ങനെയാണ് ഗീവിങ് കൊടുക്കുന്നത്? എങ്ങനെയാണ് ഇവർ കൊടുക്കുന്നതിൽ വളരെ മോശക്കാരായിരിക്കും, ഓണർഷിപ്പ് വളരെ കൂടുതലായിരിക്കും. ഈ തരത്തിലുള്ള ബിറ്റർ പ്രോഗ്രാംസ് ആണ് ഇവരെ നയിക്കുന്നത്. ജീവിതത്തിലുണ്ടാകുന്ന അൺസർട്ടനികൾ, പിന്നെ നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റത്തിലേക്ക് നയിക്കുന്ന അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് ബിറ്റർ എക്സ്പീരിയൻസസ്. മനസ്സിലായില്ലേ? ഇമോഷണൽ മുറിവുകൾ അതിഭീകരമായി കിടക്കുന്നുണ്ടാവും ഉള്ളിൽ. ആരെങ്കിലും പണ്ട് വളരെ ചെറുപ്പത്തിൽ പറഞ്ഞ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ വാക്കുകളുടെ രൂപത്തിലോ മറ്റെന്തെങ്കിലും രൂപത്തിലോ, വാക്കുകൾക്ക് അത്ര വലിയ ശക്തിയുണ്ട്. വാക്കുകൾക്ക് ഇരുതല മൂർച്ചയുള്ള വാളിന്റെ സ്വഭാവമുണ്ട്. അതിന് ഹൃദയത്തെ കീറി മുറിക്കാൻ പിന്നെ സാധിക്കും വാക്കുകൾക്ക്. ആ മുറിവുകളായിട്ട് നിൽക്കുന്ന ആളുകൾ ഇതേ വാളെടുത്തിട്ട് വാക്കുകൾ കൊണ്ട്, നാവിനെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയത്തെ വെട്ടിക്കീറും. ഇതന്നെ ചെയ്യുന്നത്. എനിക്കില്ലാത്തത് അവന് വേണ്ട. ബോധപൂർവ്വമല്ല ചെയ്യുന്നത്. താൻ ദുഷിപ്പാണ് നടത്തുന്നതെന്ന് അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. ദുഷിപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ ആദ്യത്തെ ഒരു കുറച്ച് ദിവസമൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സംശയിക്കാൻ തുടങ്ങും. രാത്രി നമ്മൾ ആലോചിക്കുമ്പോൾ, എടാ അവനോട് ഞാൻ തിരിച്ച് മറുപടി മറ്റേ ആ രഹസ്യം പറയരുതായിരുന്നു, ആരോടും പറയരുത് എന്ന് പറഞ്ഞു തന്ന ആ രഹസ്യം ഞാൻ അവനോട് പറഞ്ഞാൽ ഉറപ്പാണ് നമുക്ക് ടെൻഷനാവും. അവനത് അവിടെ പോയി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ആരോടെങ്കിലും പറഞ്ഞു കാണോ ഇനി, അല്ലേ? തീർച്ചയായിട്ടും. ഇവർ ഈ പറയുന്നത് എങ്ങനെയാ? ഈ സാധനം പറയുന്നത്, ഞാൻ ഈ കാര്യം പറയുമ്പോൾ ഒറ്റ ആളോട് പറയില്ല എന്ന് സത്യം ചെയ്യുവാണെങ്കിൽ ഞാൻ പറയാം, സത്യം ചെയ്യും, രഹസ്യമായിരിക്കണേ, ഒരാളോടും പറയരുത് എന്ന് പറഞ്ഞിട്ടാണ്. എന്ന് വെച്ചാൽ അതിന് അർത്ഥം എന്താണെന്നറിയോ? ഈ രഹസ്യം അല്ലാതെ ഇത് കളവാണെന്ന്. ഇത് കളവാണ്, ഈ പറയാൻ പോകുന്നത് കളവാണ്. നിങ്ങൾ ഇനി എന്തെങ്കിലും ഒരു കാര്യം നാട് മുഴുവൻ അറിയണം എന്ന് വിചാരിച്ചോ, ഇങ്ങനെ ആളുകളോട് പറഞ്ഞാൽ മതി. ഒരാളോടും പറയരുതേ എന്ന് പറഞ്ഞ് രഹസ്യമായിട്ട് അങ്ങ് പറഞ്ഞാൽ മതി, എല്ലാവരും അറിയും. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ ബുദ്ധന്റെ വാക്കാ. അതായത് നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, എങ്കിൽ മാത്രമേ അത് പറയണ്ടൂ. ഇത് നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിൽ പറയേണ്ടതിൻ്റെ അത്രയും അത്യാവശ്യമുണ്ടോ? ഈ പറയുന്നത് ആരെങ്കിലും മുറിവേൽപ്പിക്കുമോ? പറയുന്നത് കള്ളമല്ലേ? ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞോളൂ, അല്ലെങ്കിൽ പറയാതിരിക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾക്ക് പലപ്പോഴും സൈലൻസ് ആളുകൾ ഭയപ്പെടുന്നുണ്ട്, മിണ്ടാതിരിക്കുക. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ അവിടെ ബോധപൂർവം ക്രിയേറ്റ് ചെയ്യേണ്ട, കാരണം സൈലൻസിലിരിക്കാൻ ആളുകൾക്ക് പ്രയാസമാണ്. അതുകൊണ്ട് ബോധപൂർവം ഒരു ആക്ട്, ഒരു പ്ലേഫുൾനെസ് അവിടെ നടത്തുന്നുണ്ട്. അതിൽ ഗോസിപ്പും മറ്റ് അല്ലാത്ത കാര്യങ്ങളും കടന്നു വരുന്നില്ലേ? ഈ ഗോസിപ്പിൽ നിന്നും അകന്ന് നിൽക്കാനുള്ള, രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി എന്ന് പറയുന്ന ആയുധം എന്ന് പറയുന്നത് സൈലൻസ് ആണ്. കേൾക്കുന്ന ആളുടെ സൈലൻസ് ആണ്. നിങ്ങളുടെ യാതൊരു വിധത്തിലുള്ള പിന്തുണയും ഗോസിപ്പ് പറയുന്ന ആൾക്ക് ലഭിച്ചില്ലെങ്കിൽ അവർ പെട്ടെന്ന് അത് നിർത്തും. പിന്നെ നിങ്ങൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് ദുഷിപ്പ് പറയാനുള്ള വരവ്, ഗോസിപ്പ് പറയാനുള്ള വരവ് എന്നേക്കുമായി നിർത്തിക്കളയും. കാരണം നിങ്ങൾ സൈലൻസിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഇന്റേണൽ ഉള്ളിലേക്ക്, അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കാനുള്ള അവസരം കിട്ടുന്നു, അല്ലേ? അതാണ് ബുദ്ധൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ബുദ്ധൻ പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നു, ഉള്ളിലെ വിചാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പം നമ്മൾ ആ ഉള്ളിൽ നിന്ന് വരുന്ന, ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു വാക്ക് നാവിലേക്ക് എത്തുമ്പോൾ, ഞാനിത് പറയേണ്ട ആ കാര്യമുണ്ടോ? ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഇത് ആരെങ്കിലും വേദനിപ്പിക്കാൻ സാധ്യതയുണ്ടോ? എനിക്കിത് ആവശ്യമുണ്ടോ? ഇത് പറയേണ്ടത്, ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്?
ഇപ്പം നമ്മളൊക്കെ ഞാൻ അറിഞ്ഞും അറിയാതെയൊക്കെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ്. പക്ഷേ നമ്മളിത് പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും അത്തരത്തിലുള്ള കാര്യം വരുമ്പോൾ വളരെ ബോധപൂർവം അത് വേണമോ വേണ്ടയോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കും. പറയാൻ വരുന്ന കാര്യങ്ങൾ ഒന്ന് ആലോചിക്കും. പവർ പോസ് എന്നതിന് പറയാം. ഒന്ന് പോസ് ചെയ്യും ഞാൻ. ആ പോസ് ചെയ്തിട്ടാണ് ഞാനിത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക. ഇത് പറയുമ്പോൾ മറ്റേ ആൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ കേൾക്കുന്ന ആളും മറ്റേ ആളും തമ്മിലുള്ള ബന്ധത്തിൽ എനിക്കിതുകൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ആൾക്കോ മറ്റേ ആൾക്കോ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവും ഇല്ലെങ്കിൽ ഇപ്പം എന്നെ എന്തിനാണ് ഞാനിത് പറയുന്നത്? എൻ്റെ എനർജി എന്തിനാണ് ഞാനിങ്ങനെ നെഗറ്റീവായിട്ട് ചെലവഴിക്കുന്നത്? ഇത് മാത്രമല്ല, നമ്മളെ മുകളിലുള്ള വിശ്വസ്തതയും നഷ്ടപ്പെടും. ഇത്തരം ആളുകളുമായിട്ട് ഒരു ഏർപ്പാട് നടത്താൻ ആർക്കും താല്പര്യമില്ല. കണ്ടിട്ടില്ല ചില കമ്പനികളൊക്കെ, അവൻ എൻ്റെ 12ാമത്തെ വയസ്സിൽ എൻ്റെ കൂടെ വന്ന് ചേർന്നതാണ്. വളരെ വിശ്വസ്തനാണ്, എന്തും അവന് പറഞ്ഞ് ഏൽപ്പിക്കാം. കണ്ടോ, വിശ്വസ്തത. ട്രസ്റ്റ് എന്ന് പറയുന്നതാണ്. ട്രസ്റ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. ട്രസ്റ്റ് പോയാൽ എല്ലാം പോയി. ഒരാളുടെ മുകളിലുള്ള വിശ്വാസം പോയാൽ എല്ലാം പോയി, നശിച്ചു. അപ്പൊ ആ ട്രസ്റ്റിനെ തകർക്കുന്ന ഒന്നാണ് ഏറ്റവും വലിയ മാരക കൊടിയ വിഷമാണ്, കാളകൂട വിഷമാണ് ഈ പറയുന്ന ഗോസിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈ പറയുന്ന പ്രോഗ്രാമുകളിലൊക്കെ ഭാഗമായിട്ട്, നെഗറ്റീവ് പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ട് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ അവർ നന്നായിരിക്കുമ്പോൾ അവരോട് ജലസി തോന്നും, അവരോട് തകർക്കപ്പെടേണ്ടതാണെന്നും തോന്നും. അതൊക്കെ തോന്നുമ്പോൾ തന്നെ നമ്മൾ സ്വയം കാർന്ന് തിന്നുന്ന ഒരു ക്യാൻസറാണ് അതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹൃദയത്തിൻ്റെ ഭിത്തികൾക്ക് തകരാറുണ്ടാക്കുന്ന, ഹൃദയകോശ ഭിത്തികൾക്ക് അത് തകരാറുണ്ടാക്കുന്നുണ്ടെന്നും നമ്മൾ രോഗാവസ്ഥയിലേക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ മാറുന്നുണ്ടെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ വാക്കുകളെ പറയാൻ പോകുന്ന വാക്കുകളെ നിയന്ത്രിക്കാനും കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ കാര്യം വാളെടുത്തവൻ വാളാൽ എന്നാണ്. നമ്മളെക്കുറിച്ച് ദുഷിപ്പ് പറയുന്ന ഒരുത്തൻ ഇവിടെ വെച്ച് നമ്മളെക്കുറിച്ച് വേറെ ആളെക്കുറിച്ച് ദുഷിപ്പ് പറയുന്ന ഒരുത്തൻ നാളെ നമ്മളെക്കുറിച്ചും പറയും. ഇത് സ്റ്റെം ചെയ്യുന്നത് ജലസി, അസൂയയിൽ നിന്നാണ് ഒരു പരിധി വരെ. ആ അസൂയക്ക് കാരണം അവൻ്റെ ബിറ്റർ പ്രോഗ്രാംസാണ്. ആ അസൂയക്ക് കാരണം ഈ ലോകത്ത് എന്തിനും, ഈ പ്രപഞ്ചത്തിലും എല്ലാറ്റിനും ഒരു കാരണമുണ്ടല്ലോ. അപ്പൊ കാര്യത്തെ മാറ്റിക്കഴിഞ്ഞാൽ കാരണം മാറും, അല്ലെങ്കിൽ കാരണത്തെ മാറ്റിക്കഴിഞ്ഞാൽ കാര്യം മാറും. മനസ്സിലായില്ലേ? അതിനൊരു കാരണമുണ്ട്. ആ കാരണം നമ്മൾ കണ്ടുപിടിച്ച്, എൻ്റെ ഈ കാരണം ഇതാണ്, ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിന് കാരണം ഇതാണെന്ന് ആ കാരണം കണ്ടുപിടിച്ച് അത് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാര്യവും മാറി, ഗോസിപ്പ് മാറി. നമ്മൾ ചെറിയ കാര്യത്തെക്കുറിച്ച് അല്ല പറയുന്നത്. ഷേക്സ്പിയർ 500 വർഷം മുമ്പ് എഴുതിയ ഷേക്സ്പിയറിന്റെ എല്ലാ കൃതികളുടെയും ആധാരം എന്താണ്? ഈ പരദൂഷണം. ഇയാഗോ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ അല്ലേ, ജൂലിയസ് സീസറെ നോക്കിയാൽ അല്ലേ. ഈ ഗോസിപ്പ് യഥാർത്ഥത്തിൽ ശരിക്കും നമ്മളെ കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാൻ പ്രേരിപ്പിക്കുന്നില്ല. ഒരു മറ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനൊരു സ്ഥലത്ത് വിസിറ്റ് ചെയ്യാൻ പോവാണ്, എനിക്ക് അവിടെ ഒരാളെ കാണണം. അവിടെ ഒരാളെ, എനിക്കപ്പോൾ ഓൾറെഡി പ്ലെയിൻ ആണ്, അയാളെക്കുറിച്ച് എനിക്കൊരു ഇമ്പ്രഷനും ഇല്ല. പക്ഷെ ഞാൻ അവിടെ എത്താൻ പോകുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് എന്നെ ഒരു സുഹൃത്ത് വിളിക്കുകയായിരുന്നു. ആ സുഹൃത്തിന് ഇയാളുമായിട്ട് നേരത്തെ ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ ഇയാൾക്കൊരു പക്ഷേ ഇയാളോട് വെറുപ്പോ ദേഷ്യമോ അസൂയ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ഈ സുഹൃത്ത് ഞാൻ അയാളെ കാണാൻ പോകുന്നതിന് തൊട്ടടുത്ത് നിന്ന്, ആ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് പറയുന്നത്, ശ്രദ്ധിക്കണം കേട്ടോ, അവന് ആളത്ര ശരിയല്ല, ഒന്ന് നോക്കിയിട്ടൊക്കെ ഒന്ന് ഇടപെട്ടാൽ മതി, ആളത്ര ഒന്ന് ഒഴിഞ്ഞു മാറി നിന്നാൽ മതി. ഞാൻ ഇയാളെ കണ്ടിട്ടില്ല, എനിക്ക് ഇയാൾ ആരാണെന്ന് അറിയില്ല, ഞാൻ ഇയാളുടെ അടുത്ത് ആദ്യമായിട്ട് സംസാരിക്കാൻ പോവാം. അതിന് മുമ്പ് ഒരു സാധനം എന്നിലേക്ക് ഒരു സുഹൃത്ത് വന്ന് ഫീഡ് ചെയ്യുക, ഞാൻ എങ്ങനെയായിരിക്കും അയാളെ പെർസീവ് ചെയ്യുക? പ്ലെയിൻ ആയിട്ടുള്ള തുറന്ന മനസ്സിൽ എനിക്ക് അയാളെ പെർസീവ് ചെയ്യാൻ പറ്റില്ല. ഇയാൾ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് വെച്ചിട്ട് മാത്രമേ ഞാൻ അയാളെ ആ നെഗറ്റീവായിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി ഇടുകയാണ്. അവിടെ അതിനൊരു കാരണം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ഞാനൊരു വലിയ ആളാണെന്ന് സമർത്ഥിക്കാനുള്ള അല്ലെങ്കിൽ സ്ഥാപിക്കാനുള്ള ശ്രമം നമ്മളെല്ലാവരും നടത്തുന്നുണ്ട്. ഞാനൊരു പ്രമാണിയാണ് എന്നുള്ളൊരു ശ്രമം എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ട്. നമുക്ക് എന്തിനെക്കുറിച്ചും നമുക്കൊരു സ്വന്തം അഭിപ്രായമുണ്ട്. എൻ്റെ പാരാമീറ്റർ വെച്ചുകൊണ്ട്, എൻ്റെ കണ്ണാടി വെച്ചുകൊണ്ട് ഞാൻ കാര്യത്തെ ലോകത്തെ നോക്കിക്കാണുന്നു. അപ്പോൾ അവിടെ എനിക്കൊരു അഭിപ്രായം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു മോശക്കാരനായിട്ട് മാറിപ്പോകുമോ എന്നൊരു തോന്നൽ, അതിൽ നിന്നാണ് കണ്ടതിനൊക്കെ നമ്മൾ പറയുക. കല്യാണ മുടക്കികൾ നാട്ടിലെല്ലാം ഉണ്ടായിരുന്ന, ഇന്നുമുണ്ട് അത്തരം ആളുകൾ അല്ലേ. കല്യാണ മുടക്കികളാണ് നമ്മുടെ ഈ പരദൂഷണത്തിൻ്റെ ഒരു കേന്ദ്ര ആളുകളായിട്ട് നമ്മൾ കണ്ട് അല്ലേ. നാട്ടുമ്പുറങ്ങളിലൊക്കെ ചായക്കടകളിലൊക്കെ ഇരുന്നിട്ട് അഭിപ്രായം പറയുമ്പോൾ എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മറ്റേ ആളുടെ വീട് എവിടെയാ എന്നൊക്കെ ചോദിച്ച് കുറച്ച് പേരിങ്ങനെ നടന്നു വരുന്ന കാണാം. അപ്പം ഇങ്ങനെ പോകുമ്പം പുറകെ ഓടി ചെന്നിട്ട്, അല്ല എന്താ പരിപാടി, വല്ല കല്യാണം മറ്റാണോ? അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ബന്ധത്തിന്റെ ആലോചനയാണ്. അപ്പം അറിയോ അവര്? പിന്നെ അപ്പൊ എങ്ങനെയുണ്ട്? ഒരു ചിരിയേ ഉള്ളൂ, അല്ല കുഴപ്പമൊന്നുമില്ല.
അപ്പൊ ആ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ ആ ചിരിയുണ്ടല്ലോ, ആ ചിരിയിലെല്ലാം എല്ലാം അടങ്ങിയിട്ടുണ്ട്, ഒരു കാര്യമില്ലാതെയാണ്. അപ്പോൾ അത് ഉണ്ടാവുന്നതിന്റെ പിന്നിലുള്ള കാര്യം എന്നെക്കാൾ നന്നായി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അവരെക്കുറിച്ച് അവൻ അങ്ങനെ ജീവിക്കണ്ട എന്ന് പറയുന്ന ആ തോന്നൽ ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് ഇവന്റെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ പിന്നാമ്പുറങ്ങളുണ്ടായ അവന്റെ ബിറ്റർ എക്സ്പീരിയൻസസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് കാരണം എനിക്കുള്ളതൊന്നും അവനും മറ്റവനും വേണ്ട എന്ന് പറയുന്നതാണ്. അപ്പം സൈക്കോളജിക്കലായിട്ടുള്ള കാരണങ്ങളാണ് അതിന് ഏറ്റവും കൂടുതലുള്ളത്. എങ്ങനെയൊക്കെ പറഞ്ഞാലും ലോകത്തെ ഡിസ്ട്രോയ് ചെയ്യുന്നതിൽ ഈ പറയുന്ന ഈ പരദൂഷണം എന്ന് പറയുന്ന ഗോസിപ്പ് എന്ന് പറയുന്നത് മുഖ്യ സ്ഥാനം വഹിക്കുന്ന ഒന്നാണ്. ചുരുക്കി പറഞ്ഞാൽ പരദൂഷണം പറയുന്ന ഒരാളെയും ആളുകൾക്ക് ഇഷ്ടമല്ല. അവൻ്റെ ഒരു ഫോൺ കോൾ വന്നു, പണ്ടാരം എന്തെങ്കിലും കരക്കമ്പിയായിട്ടായിരിക്കും വിളിക്കുന്നത്, അവിടെ ഇരിക്കട്ടെ എന്ന് പറയും അല്ലേ. ഇത് വിളിക്കുന്നവനും അറിയില്ല എന്നെ റിജക്റ്റ് ചെയ്യപ്പെടുകയാണ് എന്ന് അറിയുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ സ്വയം നമ്മൾ വിലയിരുത്തണം, നമ്മളൊന്ന് നോക്കണം നമുക്ക് ഉള്ളിലേക്ക്. ബുദ്ധൻ പറഞ്ഞതുപോലെ ഹൃദയത്തിലേക്കൊന്ന് നോക്കണം. അവിടെ ശബ്ദമുണ്ട്, ആ ശബ്ദത്തെ നമ്മൾ എടുത്തിട്ട് ആ ശബ്ദത്തെ എങ്ങനെ പുറത്തേക്ക് വിടണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അല്ലേ. അത് പരദൂഷണം പറയുന്നതിലാണ് ആണെങ്കിലും പരദൂഷണം കേൾക്കുമ്പോഴാണെങ്കിലും അത്തരത്തിലുള്ള മുഴുവൻ ആളുകളിൽ നിന്ന് പതുക്കെ പതുക്കെ അങ്ങ് മാറി അങ്ങ് പോവുക എന്നുള്ളതാണ്. അത് തെരഞ്ഞെടുപ്പ് നമുക്കാണ്, നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. അത്തരത്തിലുള്ള സംഘങ്ങളുടെ ഇടയിൽ നമ്മൾ പോകുന്നില്ല എന്ന് തീരുമാനിക്കപ്പെടുമ്പോൾ, അത് ഓഫീസിലായാലും എവിടെയായാലും ക്രിയേറ്റീവായിട്ടുള്ള ഓഫീസ് പൊളിറ്റിക്സ് ഒക്കെ ഇതിന് ഈ പരദൂഷണത്തിന്റെ ഭാഗമാണ്. എല്ലായിടത്തും ഉണ്ട് ഇത്. അപ്പോൾ അതങ്ങ് തകർക്കുകയാണ്. അവിടെയുള്ള ബിസിനസ് ഓണർ ആണെങ്കിൽ അയാളുടെ അടുത്ത് പോയി തന്നെ മാറ്റുകയാണ്. ഈ പരദൂഷണം സ്വയം സൃഷ്ടിക്കുന്ന ബിസിനസ് ഓണേഴ്സ് ഉണ്ട് സ്ഥാപനങ്ങൾക്കിടയിൽ. എന്നിട്ട് അത് കണ്ട് രസിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ഇയാൾക്ക് കണ്ട് രസിക്കും. ഇവർ തമ്മിലുള്ള അടി നടന്നിട്ട് അതിൻ്റെ ഇടയിൽ കയറി ഇടപെട്ട് അത് ചർച്ച കൊണ്ട് പക്ഷേ സ്വയം നശിക്കുക. അങ്ങനെയൊക്കെയുള്ള വിചിത്രമായ സംഗതികളൊക്കെ ഉണ്ട് മനുഷ്യന്. അപ്പോൾ അതൊക്കെ കുടുംബത്തിലുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ തുറന്ന ചർച്ചകൾ, ഒരു ഫ്രീ സോൺ നമുക്ക് വേണം. ഇത് പക്ഷേ സ്റ്റെം ചെയ്യുന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടല്ലോ. മനുഷ്യൻ ഈ പ്ലേഫുൾനെസ് ഇഷ്ടപ്പെടുന്ന, എപ്പോഴും ഇങ്ങനെ ഗൗരവത്തോടുകൂടി സീരിയസ് ആയിട്ട് ഒന്നും മിണ്ടാതിരിക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് കളി, തമാശ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഫ്ലേർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇതിൽ നിന്ന് വരുന്നത്. അല്ല, അതിനുള്ള മാർഗം ഇതല്ല. പ്ലേഫുൾനെസ്സിന്റെ മാർഗം മറ്റൊരാളെ കുറിച്ച് അപവാദം പറഞ്ഞുകൊണ്ട് ആഹ്ലാദിക്കുന്നതിലല്ല. അത് ആഹ്ലാദമല്ല. അതൊരു വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു സ്വഭാവമാണ്. അത് ആഹ്ലാദമല്ല. ആ ആഹ്ലാദം നമുക്ക് വേണ്ട. ആ ആഹ്ലാദമല്ല യഥാർത്ഥ സന്തോഷം. ഇപ്പൊ സൈലൻസ് എന്ന് പറയുന്നത്, സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരാൾ സൈലന്റ് ആയിട്ട് ഇരുന്ന് ശീലിച്ചു കഴിഞ്ഞാൽ അയാൾ ഉള്ളിൽ ഒരു ആഹ്ലാദം അനുഭവിക്കുന്നുണ്ട് ഇല്ലേ. എൻ്റെ നാവിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സ്വയം എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ തന്നെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അവർ സ്വയം ആഹ്ലാദം അനുഭവിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് സ്ഥലങ്ങളിൽ, നമ്മുടെ തൊഴിലിടങ്ങളിൽ ബിസിനസ് ഓണേഴ്സ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ കുടുംബങ്ങളിൽ അവിടെയൊക്കെ ഗോസിപ്പ് ഫ്രീ സോണുകൾ സൃഷ്ടിക്കുക. നോ ഗോസിപ്സ് ബോർഡ് എഴുതി വെക്കാം. നോ ഗോസിപ്സ്. കണ്ടിട്ടില്ലേ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയാണ്, നോ ഗോസിപ്പ്. അതാണ് ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗം. അത് പരമാവധി ഒരു ദിവസം നമ്മൾ ഗോസിപ്പ് പറയുന്നില്ല, ഇന്നത്തെ ദിവസം ഞാൻ ഗോസിപ്പ് പെടുന്നില്ല, ആരെക്കുറിച്ച് ഒരു പരദൂഷണം പറയുന്നില്ല എന്നങ്ങ് തീരുമാനിക്കുക. അത് ചിലപ്പോൾ നാളെ 2 ദിവസമാവും 3 ദിവസമാവും. പതുക്കെ അത് നമ്മളെ ഫാമിലിയിലേക്ക് കൊണ്ടുവരാം, അത് നമ്മുടെ തൊഴിലിടങ്ങളിലേക്ക് കൊണ്ടുവരാം. ഇതടങ്ങുന്ന ഒരു വലിയ സൊസൈറ്റി ഉണ്ടാകുമ്പോൾ അവിടെ ഈ പരദൂഷണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ, ഇപ്പം നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഷേക്സ്പിയറിൻ്റെയൊക്കെ നാടകങ്ങൾ കണ്ടിരുന്ന ആ ക്യാരക്ടറിനെ 500 വർഷത്തിന് ശേഷം മറ്റൊരു രൂപത്തിൽ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. ഇവിടെയും പരദൂഷണം തന്നെ നടക്കുന്നത് അല്ലേ. പരദൂഷണത്തിന്റെ അങ്ങേയറ്റം സ്ഥലമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതിനായിട്ടാണ് സോഷ്യൽ മീഡിയ ഉള്ളത് തന്നെ. അതിനായിട്ട് തന്നെയാണ്. അപ്പം നമ്മൾ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സെൽഫ് ട്രെയിനിങ് ഇതിലാണ്. അപ്പം അതുണ്ടാക്കുന്നത് ഡിസ്ട്രക്ഷൻ ആണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നല്ല സേഫ് സോൺ, നമ്മളെ ഗോസിപ്പ് സോണുകൾ നമുക്ക് ഉണ്ടാവട്ടെ.